ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ക്യാപിറ്റൽ നേച്ചർ ആൻഡ് റവന്യൂ നേച്ചറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ റെസിപ്റ്റ്, ഇത് നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കറിയാം പേയ്മെൻറ്റ്സും റെസീപ്റ്റും അല്ലേ, നമ്മൾ ക്യാഷ് കൊടുക്കുന്നുണ്ട്, ക്യാഷ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് രണ്ട് തരത്തിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ നേച്ചറുണ്ട്, അതുപോലെ റവന്യൂ നേച്ചറുണ്ട്. പേയ്മെൻറ്റ്സ് ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ റെസീപ്റ്റ് ആണെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടുന്നതാണെങ്കിലും അത് ക്യാപിറ്റൽ റെസീപ്റ്റും ഉണ്ട്, അതുപോലെ റവന്യൂ റെസീപ്റ്റും ഉണ്ട്. ഇങ്ങനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റൽ നേച്ചറുണ്ട്, റവന്യൂ നേച്ചറുണ്ട്, പേയ്മെൻ്റ് ആണെങ്കിലും റെസീപ്റ്റ് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ നേച്ചറിൻ്റെയും റവന്യൂ നേച്ചറിൻ്റെയും കോമൺ ആയിട്ടുള്ള ചില പ്രത്യേകതകളൊന്ന് മനസ്സിലാക്കാം. എന്നിട്ട് എക്സ്പെൻഡിച്ചറിലേക്കും റവന്യൂയിലേക്കൊക്കെ നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ നേച്ചർ എന്ന് പറയുമ്പോൾ അത് എക്സ്പെൻസ് ആണെങ്കിലും പേയ്മെൻ്റ് ആണെങ്കിലും റെസീപ്റ്റ് ആണെങ്കിലും ഓക്കെ, ക്യാപിറ്റൽ നേച്ചർ നോൺ റെക്കറിങ് നേച്ചർ ആയിരിക്കും. ഓക്കെ, അതായത് ആവർത്തന സ്വഭാവം ഇല്ലാത്തതായിരിക്കും. എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും അത്തരത്തിലൊരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു അസറ്റ് വാങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കുകയാണ്, അതൊക്കെ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടൊന്നുമില്ല. എന്നാൽ മറിച്ച് സാലറി, അതുപോലുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസുകൾ, ഓഡിറ്റ് ഫീ, ഇതൊക്കെ ഒരു ഫിക്സഡ് പീരീഡിൽ അല്ലെങ്കിൽ ആവർത്തിച്ച് ബിസിനസ്സിൽ നടക്കുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ റെസീപ്റ്റുകളാണ് റവന്യൂ നേച്ചറിൽ വരിക. ക്യാപിറ്റൽ നേച്ചറിൽ വരുന്നതെല്ലാം നോൺ റെക്കറിങ് നേച്ചർ ആയിരിക്കും, ആവർത്തന സ്വഭാവം ഇല്ലാത്തതായിരിക്കും, എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ലോങ് ടേം നേച്ചർ ആയിരിക്കും. അതായത് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷം ആ ഒരു പീരിയഡിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്നതല്ല, ഒന്നിൽ കൂടുതൽ ഫിനാൻഷ്യൽ ഇയറിലേക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കും ഒരു ക്യാപിറ്റൽ നേച്ചറിലുള്ള പേയ്മെൻ്റ് ആണെങ്കിലും റെസീപ്റ്റ് ആണെങ്കിലും. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം, ഒരു ക്യാപിറ്റൽ നേച്ചർ ഉള്ളതാണെങ്കിൽ അത് നമ്മൾ ബാലൻസ് ഷീറ്റിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ നേച്ചറുള്ള ഒരു പേയ്മെൻ്റ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും, റെസീപ്റ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ നേച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് എപ്പോഴും മനസ്സിൽ ഉണ്ടാവേണ്ട രണ്ട് പ്രത്യേകത അല്ലെങ്കിൽ മൂന്ന് പ്രത്യേകതകളാണ് എന്ത്. ഒന്ന് നോൺ റെക്കറിങ് നേച്ചർ ആയിരിക്കും, ആവർത്തന സ്വഭാവം ഇല്ലാത്തതായിരിക്കും, അതുപോലെ ലോങ് ടേം നേച്ചർ ആയിരിക്കും. ലോങ് ടേം നേച്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പെൻസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റവന്യൂവിൻ്റെ ബെനഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷം നമ്മളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടിങ് പീരീഡിൽ നമ്മളുടെ ബിസിനസ്സിൽ നിലനിൽക്കുന്നതായിരിക്കും. അതുപോലെ മറ്റൊരു ഫീച്ചറാണ് അത് ബാലൻസ് ഷീറ്റിലായിരിക്കും കാണിക്കുന്നത്. ക്യാപിറ്റൽ നേച്ചർ ഉള്ളതാണെങ്കിൽ അത് എപ്പോഴും ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ടതായിരിക്കും. ദെൻ റവന്യൂ നേച്ചറിലേക്ക് വരികയാണെങ്കിലോ അത് റെക്കറിങ് നേച്ചർ ആയിരിക്കും, ആവർത്തന സ്വഭാവം ഉള്ളതായിരിക്കും, എപ്പോഴെപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതായിരിക്കും. ചിലപ്പോൾ ഓരോ മാസത്തിലും അത് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ തന്നെ പല തവണകളായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഓരോ വർഷത്തിലും ആവർത്തിച്ച് വരുന്നതായിരിക്കും. ഇപ്പോൾ ഓഡിറ്റ് ഫീ ഒക്കെ ആണെങ്കിൽ ഓരോ വർഷത്തിലും വരുന്നതാണ്. അങ്ങനെ ഒരു ആവർത്തന സ്വഭാവമുള്ള പേയ്മെൻറ്റോ റെസീപ്റ്റോ ഒക്കെ ആയിരിക്കും റവന്യൂ നേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ഷോർട്ട് ടേം നേച്ചർ ആയിരിക്കും. അതിൻ്റെ ബെനിഫിറ്റ് ഇപ്പോൾ എക്സ്പെൻസ് ആണെങ്കിൽ ഏത് പീരീഡിലാണോ സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു പീരീഡിൽ മാത്രം ഉൾക്കൊള്ളുന്നതായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ്. ഇനി റെസീപ്റ്റ് ആണെങ്കിലും റവന്യൂ റെസീപ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു പീരീഡുമായി ബന്ധപ്പെട്ടതായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും റവന്യൂ ഐറ്റംസിന് നമ്മൾ കാണിക്കുന്നത്. റവന്യൂ പേയ്മെൻറ്റ്സ് ആണെങ്കിൽ, റവന്യൂ നേച്ചറുള്ള പേയ്മെൻറ്റ്സ് ആണെങ്കിൽ എവിടെയായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, പേയ്മെൻറ്റ് സൈഡിലായിരിക്കും. അതുപോലെ ഇനി ഇൻകം റെസീപ്റ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റെസീപ്റ്റ് സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും ആയിരിക്കും. ഇനി ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കേസിലാണെങ്കിലോ അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്, അപ്പോൾ അതിലായിരിക്കും കാണിക്കുക. ഓക്കെ,
അപ്പോൾ റവന്യൂ നേച്ചറിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകതകൾ അത് റെക്കറിങ് നേച്ചറായിരിക്കും, ആവർത്തിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് എക്സാമ്പിൾസ് വരുമ്പോൾ പറയാം. ദെൻ ഷോർട്ട് ടേം നേച്ചർ ആയിരിക്കും, അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത് ആ ഒരു സ്പെൻഡ് ചെയ്ത പീരിയഡിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ റവന്യൂ ഐറ്റംസിനെ കാണിക്കുന്നത്. ഇനി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല, അതിന് പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? എക്സ്പെൻഡിച്ചർ വിച്ച് ഇൻക്രീസസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ബിസിനസിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു റവന്യൂ മേക്കിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള എക്സ്പെൻസുകളാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ. അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് നോൺ റെക്കറിങ് നേച്ചർ ആയിരിക്കും, ആവർത്തന സ്വഭാവം ഇല്ലാത്തതായിരിക്കും. എപ്പോഴെങ്കിലൊക്കെ ആവും അത്തരത്തിലുള്ള ഒരു എക്സ്പെൻസ് സംഭവിക്കുന്നത്. ഓക്കെ, അതുപോലെ ലോങ് ടേം നേച്ചർ ആയിരിക്കും. നമ്മൾ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് വന്നു, ഒരു ക്യാപിറ്റൽ നേച്ചറുള്ള എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിലവാക്കിയ പണത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് ഒരു വർഷത്തിൽ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒന്നിൽ കൂടുതൽ വർഷത്തിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ നേച്ചർ ഉള്ളത് ബാലൻസ് ഷീറ്റിലായിരിക്കും കാണിക്കുക. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എവിടെയാകും? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഫിക്സഡ് അസറ്റുകളുമായി ബന്ധപ്പെട്ടതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളത്. എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകേർഡ് ഫോർ ദ അക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് or for making the fixed asset into usable condition are capital expenditures. ഒരു ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചിലവാക്കിയ പണം അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റിനെ യൂസബിൾ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ, അത് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് ആവാം, അതുപോലെ അതിൻ്റെ കോസ്റ്റ്, പർച്ചേസ് കോസ്റ്റ്, ക്യാരേജ് ഇൻവേർഡ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. അപ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യുന്നതിനും അതിനെ യൂസ്ഫുൾ കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നതിനുമുള്ള എല്ലാ ചെലവുകളും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. നമുക്കറിയാം ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വർഷം നമ്മളുടെ ബിസിനസ്സിൽ നിലനിൽക്കുന്ന അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ്. സോ അത് വാങ്ങാൻ വേണ്ടിയുള്ള ചെലവുകൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഒന്നിൽ കൂടുതൽ വർഷത്തിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ പർച്ചേസ് ഓഫ് ബിൽഡിംഗ് ഇൻക്ലൂഡിങ് സബ്സീക്വൻറ്റ് കോസ്റ്റ്, അതായത് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റ് കോസ്റ്റുകൾ, പിന്നീട് അതിൻ്റെ എന്തെങ്കിലും അഡീഷൻ നടത്തുകയാണെങ്കിലോ മോഡിഫിക്കേഷൻ നടത്തുകയാണെങ്കിലോ ഇത്തരത്തിലുള്ള എക്സ്പെൻസുകൾ. അതുപോലെ കമ്പ്യൂട്ടർ വാങ്ങി, കമ്പ്യൂട്ടറും മറ്റ് എക്യുപ്മെൻറ്റ്സും, ഫർണിച്ചർ, മെഷീനറി വാങ്ങാനും അത് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെയുള്ള കോസ്റ്റുകൾ, ലാൻഡ്, അതുപോലെ സോഫ്റ്റ്വെയർ, ഇൻടാഞ്ചിബിൾ അസറ്റ്സും, സോഫ്റ്റ്വെയർ, ട്രേഡ് മാർക്ക്, പേറ്റൻറ്റ് പോലുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അക്വയർ ചെയ്തു. ഇത്തരത്തിൽ അസറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയെല്ലാം ചിലവാക്കിയ തുക ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ലോങ് ടേം നേച്ചറാണ്, അതുപോലെ നോൺ റെക്കറിങ് നേച്ചർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞു, ഇനി ക്യാപിറ്റൽ റെസീപ്റ്റ്. റെസീപ്റ്റ്സ് വിച്ച് ഇൻക്രീസസ് ദ ലയബിലിറ്റീസ് ഓർ കോസ്റ്റ് ടു റെഡ്യൂസ് ദ അസറ്റ്. റെസീപ്റ്റുകളാണ്, നമുക്ക് ക്യാഷ് കിട്ടുകയാണ്, അത് ഒന്നെങ്കിൽ എന്തിന് കാരണമാകാം? നമ്മളുടെ ബാധ്യത കൂടുന്നതിന് കാരണമാകാം, അല്ലെങ്കിൽ കോസ്റ്റ് ടു റെഡ്യൂസ് ദ അസറ്റ് ഏതെങ്കിലും ഒന്ന് കുറയുന്നതിന് കാരണമാകാം. അപ്പോൾ അത്തരത്തിലുള്ള റെസീപ്റ്റുകളാണ് ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലയബിലിറ്റിയെ കുറക്കുന്നതോ ലയബിലിറ്റിയെ കൂട്ടുന്നതോ അസറ്റിനെ കുറക്കുന്നതോ ആയിട്ടുള്ള റെസീപ്റ്റുകളാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു അസറ്റ് വിറ്റ് കിട്ടുന്ന പണം, അസറ്റ് കുറയാണ് അവിടെ ചെയ്യുന്നത്, പക്ഷെ നമുക്ക് അവിടെ ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പോൾ അസറ്റ് വിറ്റ് കിട്ടുന്ന പണം എന്താണ്? അസറ്റ് കുറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ദെൻ അതുപോലെ ലയബിലിറ്റിയെ ഇൻക്രീസ് ചെയ്യും. നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മളുടെ ലയബിലിറ്റി കൂടുകയാണ്, അപ്പോൾ അതൊരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ഓക്കെ, ദെൻ ഇൻക്ലൂഡ്സ് എമൗണ്ട് റിസീവ്ഡ് ഇൻ ദ ഫോം ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ, ലോൺസ്, അതുപോലെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് എക്സെട്ര. അഡീഷണൽ ക്യാപിറ്റൽ റിസീവ് ചെയ്തു ഓണർ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. അതുപോലെ ലോൺസ് റിസീവ് ചെയ്യുന്നത്, ലോൺ എടുക്കുന്നതെല്ലാം ക്യാപിറ്റൽ നേച്ചറാണ്. അതുപോലെ ഫിക്സഡ് അസറ്റ് വിറ്റ് കിട്ടുന്ന പണം അതൊരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്.
അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ബേസ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അസറ്റ് കുറയുന്നുണ്ടോ എന്നുള്ളതാണ് പരിഗണിക്കേണ്ടത്. ദെൻ ദേ ഡു നോട്ട് അഫക്റ്റ് ദ പ്രോഫിറ്റ് ഓർ ലോസ്, ലാഭത്തെയോ നഷ്ടത്തെയോ ബാധിക്കുന്നില്ല. കാരണം ഇത് നമ്മൾ കാണിക്കുന്നത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ് അത് കാണിക്കുന്നത്. ക്യാപിറ്റൽ ഐറ്റം ആയതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിലാണ് വരുന്നത്. സോ അത് പ്രോഫിറ്റിനെയോ ലോസിനെയോ അത് ബാധിക്കുന്നില്ല. ദെൻ ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇത്തരം റെസീപ്റ്റുകൾ, ക്യാപിറ്റൽ നേച്ചറുള്ള റെസീപ്റ്റുകൾ എവിടെയാണ് കാണിക്കുക? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ഓക്കെ, നേരത്തെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരുന്നപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡാണ്, അതായത് അസറ്റ് ഒക്കെയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ ആയിരുന്നു. ഇനി ക്യാപിറ്റൽ നേച്ചറുള്ള റെസീപ്റ്റുകളാണെങ്കിലോ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നോൺ റെക്കറിങ് നേച്ചറാണ്, സാധാരണയായിട്ട് ലോങ് ടേം കൂടിയാണ്. ഓക്കെ, ഒരു ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത് ആവർത്തിച്ച് വരുന്നു അല്ലെങ്കിൽ എപ്പോഴും സംഭവിക്കുന്ന ഒന്നല്ല. ഒരു അസറ്റ് വിൽക്കുക എന്ന് പറയുന്നത് അതെപ്പോഴും സംഭവിക്കുന്നൊന്നല്ല, എപ്പോഴെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ലോൺ എടുക്കുക, അഡീഷണൽ ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നത് ഇതൊരു നോൺ റെക്കറിങ് ആയിട്ടുള്ള റെസീപ്റ്റാണ്. അതുപോലെ ലോങ് ടേം ആണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വർഷങ്ങളിൽ നിലനിൽക്കുന്നതാണ്. ദെൻ എക്സാമ്പിൾസ് ആണ് ഫണ്ട് റിസീവ്ഡ് ഫ്രം ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്. ഷെയർ ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന പണം, അതായത് ക്യാപിറ്റലാണ്. അതുപോലെ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന പണം, അതൊരു ബാധ്യതയാണ്, ലൈക്ക് ലോൺസ്. ദെൻ ക്യാഷ് ഫ്രം ദ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് വിറ്റ് കിട്ടുന്ന പണം. അതുപോലെ ബോറോയിങ്സ്, കടം വാങ്ങുന്നത്. അതുപോലെ ഇൻഷുറൻസ് ലോണ് പോലെ കടം വാങ്ങുന്ന പണം. അതുപോലെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നത്, ഗവൺമെൻറ് ഗ്രാൻറ്റുകൾ കിട്ടുന്നത്. ഇതെല്ലാം ക്യാപിറ്റൽ നേച്ചറുള്ള റെസീപ്റ്റുകളാണ്. അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷം നിലനിൽക്കുന്നതാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ക്യാപിറ്റൽ നേച്ചറുള്ള എക്സ്പെൻഡിച്ചേഴ്സിനെയും റെസീപ്റ്റിനെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി റവന്യൂ നേച്ചറാണ്. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആദ്യം നോക്കാം. എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ എഫിഷ്യൻസി ഓഫ് എ ബിസിനസ് ഓർ ഫോർ മീറ്റിംഗ് ദ ഡേ ടു ഡേ എക്സ്പെൻസസ് ടു ക്യാരി ഓൺ ദ ബിസിനസ്. അപ്പോൾ എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? അത് ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി, ആ ഒരു കാര്യക്ഷമതയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള എക്സ്പെൻസുകളാണ്. അപ്പോൾ ഏണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനല്ല, അതിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നതിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വരുന്ന ഡേ ടു ഡേ എക്സ്പെൻസുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചേഴ്സ് ഫോർ മീറ്റിംഗ് ദ ഡേ ടു ഡേ എക്സ്പെൻസസ് ടു ക്യാരി ഓൺ ദ ബിസിനസ്. ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ദൈനംദിനം വരുന്ന ചെലവുകൾ ആണ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അതെന്താണ്? റെക്കറിങ് നേച്ചർ ആയിരിക്കും, ആവർത്തന സ്വഭാവം ഉള്ളതായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് വരും അല്ലേ? അതായത് ചിലപ്പോൾ ഒരു മാസത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ എക്സ്പെൻസുകൾ വരാം, ഒരു ദിവസത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ വന്നേക്കാം, അല്ലെങ്കിൽ ഓരോ മാസത്തിലും വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഓരോ വർഷത്തിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളായിരിക്കും. അങ്ങനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചിലവുകളായിരിക്കും റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ്. അതുപോലെ ഇതിൻ്റെ ബെനഫിറ്റ് എന്നുള്ളത് ആ ഒരു സ്പെൻഡ് ചെയ്ത ഇയറിൻ്റെ ഉള്ളിൽ തന്നെ എക്സ്പയർ ചെയ്യും. ബെനഫിറ്റ് എക്സ്പയർസ് വിത്തിൻ 1 year ഓഫ് ഇറ്റ്സ് സ്പെൻഡിങ്. അത് ചിലവാക്കി ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ബെനഫിറ്റ് എക്സ്പയർ ചെയ്യും. അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സാണ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ്. ദെൻ ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആണ് ഇത്തരം എക്സ്പെൻസുകൾ കാണിക്കുന്നത്. അപ്പോൾ റവന്യൂ നേച്ചർ ഉള്ളതാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരുന്നത്. ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിൽ ബാലൻസ് ഷീറ്റിലാണ്. അപ്പോൾ റവന്യൂ നേച്ചർ ഉള്ള എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എവിടെയായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, അതായത് എക്സ്പെൻസ് കാണിക്കുന്ന സൈഡിൽ. ഇനി അതൊരു നോൺ ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ല, അതിന് പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻസ് സൈഡിലായിരിക്കും അവിടെ കാണിക്കുക. ഇതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡെയിലി എക്സ്പെൻസുകൾ, ഡേ ടു ഡേ ഫങ്ഷൻസ് ക്യാരി ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസുകളാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബെനഫിറ്റ് ഒരു വർഷത്തിനുള്ളിൽ എക്സ്പയർ ചെയ്യുന്നതായിരിക്കും. റെക്കറിങ് നേച്ചറാണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും അത് കാണിക്കുക. ദെൻ അതിന് എക്സാമ്പിൾസ്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏതൊക്കെ എക്സ്പെൻസുകൾ കാണിക്കുന്നുണ്ടോ അതെല്ലാം റവന്യൂ എക്സ്പെൻസുകൾ തന്നെയാണ്. റിപ്പയേഴ്സ്, സാലറി, വേജസ്, കമ്മീഷൻ, റെൻറ്റ്
ഇതെല്ലാം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് തന്നെയാണ്. ഇനി ലാസ്റ്റ് പറയാനുള്ളത് റവന്യൂ റെസീപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ പറഞ്ഞു, ഇനി റവന്യൂ റെസീപ്റ്റ്. എമൗണ്ട് റിസീവ്ഡ് ഔട്ട് ഓഫ് കണ്ടക്ടിങ് എ റെഗുലർ കോഴ്സ് ഓഫ് ബിസിനസ്. നമ്മളുടെ ഒരു ബിസിനസ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന വരുമാനമാണ് റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് റെക്കറിങ് നേച്ചർ ആയിരിക്കും, ആവർത്തന സ്വഭാവം ഉള്ളതായിരിക്കും. എപ്പോഴും സെയിൽസ് എന്ന് പറയുന്നത് അത് എപ്പോഴും ഉള്ളതായിരിക്കും. ഓക്കെ, ഒരു ബിസിനസ് നിലകൊള്ളുന്നത് തന്നെ സെയിൽസിന് വേണ്ടിയിട്ട്, സെയിൽസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ക്രെഡിറ്റ് സൈഡ് നമ്മൾ എന്തൊക്കെ കാണിക്കുന്നോ അതെല്ലാം റവന്യൂ നേച്ചറുള്ള റെസീപ്റ്റുകളാണ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഇത്തരം റെസീപ്റ്റുകൾ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ അത് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിൻ്റെ കേസിലാണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, ഇൻകം കാണിക്കുന്ന സൈഡിലായിരിക്കും റവന്യൂ റെസീപ്റ്റുകൾ നമ്മൾ കാണിക്കുന്നത്. ഇനി ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലോ അവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്, അതിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കുന്ന റെസീപ്റ്റുകളെല്ലാം റവന്യൂ റെസീപ്റ്റുകളാണ്. എക്സാമ്പിൾസ് സെയിൽ ഓഫ് ഗുഡ്സ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് എക്സെട്ര. ദെൻ എല്ലാ റവന്യൂ റെസീപ്റ്റുകളെ നമ്മൾ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റവന്യൂ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി ബിസിനസ് ആക്ടിവിറ്റിയിലൂടെ അല്ലെങ്കിൽ റെഗുലർ കോഴ്സ് ഓഫ് ബിസിനസ്സിലൂടെ ജനറേറ്റ് ചെയ്യുന്ന റെസീപ്റ്റുകളാണ് റവന്യൂ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് റെക്കറിങ് നേച്ചറാണ്, അതുപോലെ ഷോർട്ട് ടേം ആണ്. അതിൻ്റെ ബെനിഫിറ്റ് ആ ഒരു വർഷത്തിൽ തന്നെ എക്സ്പയർ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ആക്ടിവേറ്റ് ചെയ്യുക. താങ്ക്